10 ചൂണ്ടിയാൽ 100 തിരിച്ചു കൊണ്ടാനുള്ള ഇവനെതിരെ ചൂണ്ടാൻ പറ്റും. ഏതെങ്കിലും ഒന്ന് പറയാൻ പറ്റും. നിന്നെ അല്ല സി അല്ല നമ്മള് തമാശ ഇവിടെ ഞങ്ങൾ അങ്ങനെ ഇത് തന്നെയാണ് ഞങ്ങൾ ലൊക്കേഷൻ ചെയ്യുന്നത് ആക്ച്വലി. ഇവിടെ 100 പറഞ്ഞപ്പോൾ 1000 ഇതിപ്പം ആരെങ്കിലും ഒന്ന് പറയൂ. ഇല്ലെന്നാ പറയാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞ ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയാം. ഇപ്പം ഈ ദൗർബല്യങ്ങളില്ലാത്ത മനുഷ്യകാര്യങ്ങളാണ്. ഇപ്പൊ എന്ത് തന്നെ ആയിരുന്നാലും ഇപ്പം നമുക്ക് എല്ലാവർക്കും സ്വകാര്യമായി നമ്മൾ മാത്രം അറിയുന്ന കുറെ രഹസ്യങ്ങളാണ്. അതിപ്പം നമ്മൾക്ക് ജനങ്ങൾക്ക് പറഞ്ഞ് പ്രത്യേകിച്ചൊന്നും കിട്ടാനുമില്ല. അങ്ങനെ സ്വകാര്യമായ കാര്യങ്ങളാണ്. നമ്മളെ സ്വകാര്യമായിട്ട് തന്നെ ഇരുന്നോട്ടെ. നിന്റെ സ്വകാര്യതയിലൂടെ കഴിഞ്ഞ ഇന്റർവ്യൂ മൊത്തം വെളിപ്പെടുത്തി. ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞു. ഞാൻ കേട്ടെ ഒരു ചെറിയൊരു കാര്യം പറയാം. ആ ഇന്റർവ്യൂവിന്റെ ഇടയ്ക്ക് വന്നൊരു മെസ്സേജാണ്. നീ അത് നെഗറ്റീവായിട്ട് എടുക്കല്ലേ, എന്നെ കടിച്ചു കയറാൻ ചെയ്യല്ലേ, എന്നെ പൂളോട്ട് എടുത്ത് എറിയല്ലേ. ആ മെസ്സേജ് ഒരു കമന്റ് ഞാൻ വായിച്ചു. ആ കമന്റ് ആണോ നിങ്ങൾ ചോദിക്കട്ടെ. അതായത് ഈ 5 വർഷം ഇരുന്നിട്ടും ബെഡ് ഷെയർ ചെയ്തിട്ടും മാറിപ്പോയിട്ടില്ലയോ മാറിപ്പോയത് എന്തുകൊണ്ടാണ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട്? കാര്യം ആ മെസ്സേജ് എന്നാണോ എന്ത് ബെഡ് മാറിപ്പോയിട്ടില്ലെന്നാണോ? ബെഡ് ഷെയർ ചെയ്തിട്ട് മാറിപ്പോയിട്ടില്ല. ഞാൻ എവിടെയെങ്കിലും മെൻഷൻ ചെയ്തു ഞാൻ ബെഡ് ഷെയർ ചെയ്തു? ഇല്ലല്ലോ. പക്ഷെ ആ ചോദിച്ച നീ അതല്ലേ കേട്ടത്? ഞാൻ ചോദിക്കണ്ട. ആ മെസ്സേജ് അല്ലേ നീ കണ്ടേ? ഞാൻ പറഞ്ഞോട്ടെ. ഇനി എന്നെ പറയാൻ വിടുവോ? ചോദിക്കുന്നവർക്ക് എന്തും ചോദിക്കാം. അതിന് ആൻസർ കൊടുക്കണമല്ലേ ഞാനല്ലേ തീരുമാനിക്കും. അല്ല ഇപ്പം എനിക്ക് വേണമെങ്കിൽ ഇപ്പം ഈ ചോദ്യം കേട്ടിട്ട് വേറെ രീതിയിലും പ്രതികരിക്കാം. പക്ഷെ ഇതങ്ങനെയല്ല. അവർക്ക് എന്തും ചോദിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. കാരണം അങ്ങനെ അത് എന്ത് തന്നെ ആയിരുന്നാലും കമന്റ്സ് നമ്മള് പരിധി വിട്ട് നമ്മൾ ഓവറായിട്ട് നമ്മുടെ ഹെഡിലോട്ട് ആ കമന്റ്സ് ഒന്നും നമ്മൾ എടുക്കാറില്ല. ഞാൻ അതിലൊന്നും ബോധമല്ല. ഞാൻ കണ്ടു. ഞാൻ അങ്ങനത്തെ കമന്റ്സ് കാണാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് എന്താ മറുപടി പറയാം? എന്താണ് ഉദ്ദേശിക്കുന്നത്? മറ്റുള്ളവരുടെ ഈ ഇത്തരം രഹസ്യങ്ങൾ അന്വേഷിക്കാതിരിക്കുക, അത്രേ ഉള്ളൂ. ഉറക്കെ തന്നെയാണ് ഞാൻ പറയുന്നത്. ആരുടെയും സ്വകാര്യമായ കാര്യങ്ങളിലോട്ട് കൂടുതലായിട്ട് ഇൻട്രാക്ട് ചെയ്യാതിരിക്കുക, അത്രേ ഉള്ളൂ. എല്ലാവർക്കും അവരുടേതായ ഒരു സ്പേസ് ഉണ്ട്. പറയേണ്ട കാര്യങ്ങളെല്ലാം എല്ലാവരും പറയും, പറയാത്ത കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ കാണും. അങ്ങനെ ആരെയും തീർച്ചയായിട്ടും അങ്ങനെ ആരുടെയും പേഴ്സണൽ ലൈഫിൽ കയറി കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാം. പിന്നെ ഇങ്ങനെയൊക്കെ കമന്റ് ചെയ്യുന്നവരുടെ ഒരു മെന്റാലിറ്റി അവർ തന്നെ ഒന്ന് തിരിച്ച് പരിശോധിച്ചാൽ അതെ അതെ അത്രേ ഉള്ളൂ. എന്താണെന്ന് അറിയാനുള്ള ത്വരയാണ്. ഇതെന്താണ് അവൻ അങ്ങനെ നമ്മളും ഞാനിപ്പോ എന്ത് ചെയ്തു അത് എന്റെ മാത്രം സ്വകാര്യമായ കാര്യമല്ല. ഒറ്റ മറുപടിയേ ഉള്ളൂ. ഒരു ആണും ഒരു പെണ്ണും സ്നേഹിച്ചത് വിചാരിച്ച് ബെഡ് ഷെയർ ചെയ്യണമെന്നില്ല. തീർച്ചയായിട്ടും അല്ലേ? സിൻസിയറായിട്ട് ഒരു ശരീരത്തോലും ടച്ച് ചെയ്യാത്ത ആൾക്കാർ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. ഞാൻ ഇന്നും ആ കുട്ടിയെ കുറിച്ച് അത്രയും ഇതായിട്ട് പറയണമെങ്കിൽ എനിക്ക് അത്രയും പ്രിയപ്പെട്ടതായോണ്ടാണ് പറയുന്നത്. അതിപ്പം ബെഡ് ഷെയർ ചെയ്താൽ മാത്രമേ അങ്ങനെ ഒരു സിൻസിയാരിറ്റി വരുമെന്നൊന്നും. കിരൺ ആ കുട്ടിയെ കുറിച്ച് പറയുമ്പോൾ ഫേസ് അങ്ങ് ബ്ലഷ് ചെയ്യാണ് ഭയങ്കരമായിട്ടാണ്. ഇപ്പോഴും കിരണിന് ആ ഒരു സ്നേഹമല്ല, അയ്യോ നിങ്ങൾ അമ്മയെ അടിപ്പിക്കുന്നത് നിങ്ങളുടെ വൈഫെങ്കിലും ആ ഒരു എപ്പോഴും ഇതിൽ കാണുമല്ലോ. പക്ഷെ നീ പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞില്ലേ, പറയേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ല. ഒന്ന് പറഞ്ഞ് പറയടാ. പറയേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ല. പറയേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ല. പറയേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ല. ആ കാര്യം പറയാൻ പാടില്ല. ആങ്കറല്ലേ? പറയേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ല. പറയേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ല. അല്ല ഒന്ന് പറയട്ടെ. രണ്ടു കൂടെ കൊണ്ട് നീ കുറച്ച് പറഞ്ഞില്ലേ പറയേണ്ടാത്തതായിട്ടുള്ള കാര്യം കുഴപ്പിച്ചു പറയാൻ പാടില്ല. അതാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്. ചെയ്യേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും പാടില്ല. നിങ്ങൾ മെസ്സേജ് ഇടുമ്പോൾ നോക്കി കണ്ട് മെസ്സേജ് ഇടുക. ഇവരെ പോലുള്ള ചെറുപ്പക്കാർ ചിലപ്പോൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. കളയും. പക്ഷെ നിങ്ങൾ ഇറങ്ങിപ്പോണ്ടേ അല്ല അങ്ങനെയല്ല. നിങ്ങൾ കമന്റ് ഇടുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം. നിങ്ങൾ കമന്റ് ഇടുന്നത് കണ്ടിട്ടായിരിക്കും നിങ്ങളുടെ അതേ മെന്റാലിറ്റി ഉള്ള ബാക്കിയുള്ളവർ ചിലപ്പോൾ നിങ്ങൾക്ക് കൂട്ടിന് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരിക്കും. ഓരോ കമന്റ് കാണുമ്പോഴായിരിക്കും അവർ ഇരിക്കുന്നത് എന്നാ പിന്നെ അതിൽ കയറി തൂങ്ങിയേക്കാവുന്നു. അതേ ടൈപ്പ് മെന്റാലിറ്റി ഉള്ളവർ വീണ്ടും അതേ ടൈപ്പ് കമന്റ്സ് ഉണ്ട്. താങ്കൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഞാൻ ചോദിച്ചത് ബെഡ് ഷെയർ ചെയ്തത് ബെഡ് മാറ്റിയോ ചോദിച്ചൂടെ? ബെഡ്ഷീറ്റ് മാറ്റാറില്ലേ? ബെഡ്ഷീറ്റ് വേറെ ബെഡ് വേറെ. അതെന്താ അങ്ങനെ പറഞ്ഞത്? ബെഡ് അങ്ങനെ മാറ്റാറുണ്ടോ?
അല്ല അങ്ങനല്ലേ ഞാൻ പറഞ്ഞു തമാശ പറഞ്ഞാണ് എന്റെ ബ്രോ ഒരു തമാശ പറഞ്ഞു വീട്ടിൽ ബെഡ് മാറ്റാറില്ല വെയിലത്തൊക്കെ എടുത്തിട്ടല്ലേ തീർച്ചയായിട്ടും അതേ ഞാൻ ചോദിച്ചോളൂ ബെഡ് മാറ്റാറുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡ് മാറിപ്പോവാറുണ്ടോ ഇപ്പൊ ഒരു മുറിയിൽ നിന്ന് അടുത്ത മുറിയിലോട്ട് മാറി താമസിക്കാറില്ല മാറി കിടക്കാൻ മെടുക്കനാണ് അതെ അതെ കിട്ടിയില്ല ഇതിലും കിട്ടിയില്ല ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ഈ അനൂപ് എന്താണെന്നുള്ള പ്രേക്ഷകർക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. അനൂപ് എന്താണെന്നുള്ള പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടില്ല. ഒന്നും മനസ്സിലായിട്ടില്ല. ഞാൻ ഒരിക്കലും പറയില്ല. ഞാൻ അവിടെ നാണായിട്ട് വന്നിട്ട് ഞാൻ പറയില്ല. ഞാൻ കൊന്നാലും പറയില്ല. പറയരുത്. വണ്ടിക്കകത്ത് ഞങ്ങൾ ഒരുപാട് വണ്ടിക്കകത്ത് ചെലവ് ചെയ്യാൻ പറ. എന്തിനു എന്ത് വേണം പറയട്ടെ. മറ്റേ കാര്യം പറയട്ടെ. മറ്റേ പ്ലാൻ ചെയ്ത് നീ പ്ലാനിങ് അവിടെ നടത്തി അല്ലാതെ അവൻ പറയട്ടെ. കുറെ നേരം പ്ലാനിങ് പറയാം. പ്ലാനിങ് അല്ല ഇത് ഒറിജിനൽ. അണ്ണാ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ അവനെ കുറിച്ച് എന്ത് കഥ കേട്ടോന്ന് എനിക്കറിയില്ല. കേട്ടതെല്ലാം കള്ളമായിരുന്നു. അപ്പൊ സത്യം എന്തോ ഞാൻ അതിനെ കുറിച്ച് ഒന്നും കേട്ടില്ല. അല്ല അതാ നിങ്ങൾ എന്താണ് ഞാൻ കേട്ടത് ഇത്രേ ഉള്ളൂ. അനൂപ് സൂര്യ നല്ലവനായിരുന്നു. അനൂപ് സൂര്യ മനസ്സിനുടമയായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം സത്യമായിട്ടുള്ള അനൂപ് സൂര്യ എന്താണെന്ന് പറഞ്ഞു. സത്യമായിട്ടുള്ള അനൂപ് സൂര്യ എനിക്ക് അറിയില്ല. എത്ര ആളത്തെ പരിചയം പറഞ്ഞേ? ഇവന്മാര് രണ്ടുപേരും വില്ലന്മാരാണ്. അവൻ വില്ലനായിട്ട് ചെയ്തിരുന്നു. ഇപ്പൊ വില്ലനായിട്ട് ചെയ്തു. ഇന്റർവ്യൂ എങ്കിലും വളരെ സന്തോഷമുണ്ട് ബ്രോ. നമ്മൾ അന്ന് ഫസ്റ്റ് എടുത്ത ഇന്റർവ്യൂവിനെക്കാട്ടിലും കുറച്ചും കൂടെ ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി നമ്മളെ പ്രേക്ഷകരോട് ഏറ്റെടുക്കട്ടെ അല്ലേ? വളരെ സന്തോഷം. രണ്ടുപേർക്കും പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് കുറിച്ച് എന്താ പറയാനുള്ളത്? അത് നീ പറ. ഇവനെ കുറിച്ച് നീ പറ. കിരണിനെ പറ്റി എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിരൺ നല്ലൊരു ആക്ടറാണ്. അപ്പം എന്താ പറയുക, അവൻ്റെ വർക്കിന് അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന സീരിയൽക്കൊക്കെ നല്ല സപ്പോർട്ട് കൊടുക്കുക. അതേപോലെ തന്നെ നല്ല കമൻസ് കൊടുക്കുക. യൂട്യൂബിലൊക്കെ നമ്മുടെ എപ്പിസോഡ്സ് വരുന്നുണ്ട്, അതിനൊക്കെ നല്ല കമൻസ് കൊടുക്കുക. അവന് വളരെ വളരെ ഉയർച്ചയിലെത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്ന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കുക. ഇതൊക്കെയാണ് എനിക്ക് കിരണിനെ പറ്റി പറയാനുള്ളത്. അപ്പം അദ്ദേഹം കള്ളം പറഞ്ഞു കഴിഞ്ഞു, താങ്കൾക്ക് കള്ളം പറയാം. അനൂപിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അവൻ സത്യം ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് അവൻ വന്നത്. അല്ലടാ നീ ബൂസ്റ്റ് ചെയ്യണ്ട, സത്യമായിട്ടുള്ള കാര്യം പറ. സത്യം കൊണ്ടാ പറയണ. ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് അവൻ വന്നത്. പിന്നെന്താ പറയടാ, ഞാൻ എന്ത് ജെന്യൂനായിട്ടാണ് നിന്നെ പറ്റി പറഞ്ഞത്? നീ ആലോചിച്ചു, ഞാൻ എന്ത് ജെന്യൂനായിട്ടാണ് നിന്നെ പറ്റി പറഞ്ഞത്? എന്നിട്ടാണോ നീ ഇരുന്ന് ആലോചിക്കുന്നത് എന്നെ പറ്റി എന്ത് പറയണമെന്ന്? കണ്ടോ, ഇത്രയൊക്കെ ഉള്ളൂ ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ. മനസ്സിലായി? നന്നായിട്ട് ചെയ്യുന്നത് അവന്. ഞാൻ അവനെ പേഴ്സണലി നോക്കുമ്പോൾ അവൻ പണ്ട് അഭിനയിച്ചിരുന്ന ലെവലിൽ നിന്ന് ഒരുപാട് നല്ല ഗ്രോത്ത്. അഭിനയ വിലയിരുത്താനല്ല പറഞ്ഞത്. ഞാൻ പറയട്ടെ, നിങ്ങളെ കുറിച്ച് പറയാം. അത് പറയാം, ഞങ്ങൾ പറയാം. സമ്മതിക്കില്ല. എന്തൊക്കെ ഓഫർ ചെയ്തിട്ടാണല്ലോ നീ പറയാൻ പോകുന്നത്? എന്നെ പറ്റി അപ്പൊ ഞാൻ കിരണിനെ പറ്റി പറഞ്ഞു. അവൻ നല്ലൊരു ആക്ടറാണ്. എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ നല്ലൊരു ആക്ടർ. അതെ അതെ, തീർച്ചയായിട്ടും ഇവരെ തമാശ പറഞ്ഞതാണ് എങ്കിൽ പോലും. അല്ല, ഞാൻ ഞങ്ങളുടെ സൗഹൃദത്തെ പറ്റി പറയണം. തീർച്ചയായിട്ടും അത് പറയണം. എന്താ പറയുന്നത്, ലൊക്കേഷനൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും ഡൗട്ടാണ്, ഇവന്മാരെങ്ങനെയാണ് ഈ ഒരു ലൊക്കേഷൻ വന്നിട്ട് ഇത്ര വലിയ സൗഹൃദം? സത്യം അത് ഞങ്ങൾ പറയട്ടെ. ഞങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഇത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നവർ നിങ്ങൾ വിചാരിക്കും ഇവന്മാർ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കും? അത്രയും എന്താ പറയുക, അത്രയും ഒരു ഫ്രീഡം ഞങ്ങൾക്കിടയിലുണ്ട്. എനിക്ക് അവനെ എന്ത് പറയാനും അല്ലെങ്കിൽ അവൻ എന്നെ ഇങ്ങോട്ട് എന്ത് പറയാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾ രണ്ടുപേർക്കും അങ്ങനെ ഞങ്ങളൊരു ലിമിറ്റേഷൻ വെച്ചിട്ടില്ല. ഇതാണ് എൻ്റെ ബൗണ്ടറി ലൈൻ, ഇത് അപ്പുറം നീ പറയാൻ പാടില്ല, അങ്ങനെ ഒരു ബൗണ്ടറി ലൈൻ ഞങ്ങൾ റെഡി. അതിപ്പോൾ ഇന്റർവ്യൂ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ അങ്ങനെ ഇവർ രണ്ടുപേരുടെ കാര്യം പറയട്ടെ. ഇന്നലെ ഞാൻ രണ്ടുപേരെ വിളിച്ചിട്ട് കിരണ ഇങ്ങനെ എനിക്ക് 2 ആർട്ടിസ്റ്റിനെ അറേഞ്ച് ചെയ്ത് തരണം. കാര്യം ഇപ്പം ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആണ് സീരിയൽ ലൊക്കേഷനിലൊക്കെ, പുറത്ത് അറേഞ്ച് ചെയ്യണം. അപ്പം കിരണ ഇരുന്നിട്ട് നിനക്ക് നാളെ പറ്റൂ, നിനക്ക് നാളെ പറ്റും. ഞാൻ ചോദിച്ചാൽ വഴി കൂടെ പോകുന്നവരല്ല വേണ്ടത്, അവൻ്റെ അടുത്തിരിക്കുന്ന എല്ലാം നല്ല നല്ല ആർട്ടിസ്റ്റുകൾ സീരിയലുള്ളവരാണ്. വൈകിട്ട് ഒരു ഗ്യാതറിംഗ് പോലെ ഫ്രണ്ട്സ് പോലെ ഇവർ ഇറങ്ങുക ഒരു 8, 9 മണി 10 മണിക്കൊക്കെ. ചിലപ്പോൾ നമ്മൾ 1:30 മണിയൊക്കെ എല്ലാവരും കൂടി കഴിഞ്ഞാൽ ചിരിയാണ്. ഞങ്ങൾ ചിരിക്കും സമയം. ഇത് പറഞ്ഞത് ഞങ്ങൾ ഫ്രണ്ട്സ് ചില സമയത്തൊക്കെ ഇച്ചിരി ഒത്തുകൂടും, രണ്ടെണ്ണം അടിക്കും. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒരു 2-3 ബിയർ, അത് വലിയ കുഴപ്പമുള്ളാത്ത കാര്യമാണ് പറയുന്നത്. അടിച്ചോ? ഒരു 3 ബിയർ എടുത്ത് ഞങ്ങൾ ഞാനും ഇവനും ഞങ്ങളൊരു കോമൺ ഫ്രണ്ടും കൂടെ, അവൻ്റെ പേര് ഞങ്ങൾ പറയുന്നില്ല, അപ്പോൾ ഞങ്ങൾക്ക് രണ്ടും പരസ്പരം പറഞ്ഞു കുഴപ്പമൊന്നുമില്ല.
ഞങ്ങൾ എല്ലാവരും കൂടെ ചെറുതായിട്ടൊന്ന് അല്ല, ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം പറഞ്ഞു. ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുന്നത് കയ്യെത്തും ദൂരത്ത് എന്ന് പറഞ്ഞ സീരിയലിൽ ഞങ്ങൾ ആദ്യം അഭിനയിക്കാൻ ഞാൻ നായകൻ്റെ ഫ്രണ്ടായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ നായകൻ്റെ ഫ്രണ്ടായിട്ട് സി കേരളത്തിൽ. അപ്പോൾ അവന് നായകൻ്റെ ഫ്രണ്ടായിട്ട് ഇടയ്ക്ക് ഗ്യാപ്പ് വന്നു. ഞാൻ കുറച്ച് ദിവസം നാളില്ലായിരുന്ന സമയത്ത് അവൻ നായകൻ്റെ ഫ്രണ്ടായി. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് നായകൻ്റെ ഫ്രണ്ടായിട്ട് ചെയ്യാൻ തുടങ്ങി. അവിടെ നിന്ന് മുതലാണ് ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത്.